ഹായ് ഹലോ വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റീസണിങ്ങിൻ്റെ തന്നെ ഡയറക്ഷൻസ് ആൻഡ് ഡിസ്റ്റൻസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് പസിലാണ് നമ്മുടെ ഡയറക്ഷൻസ് എന്ന് പറയുന്ന പസിൽ. ഓക്കെ, നമുക്ക് ആ ഡയറക്ഷൻസിലോട്ടൊന്ന് പോവാം അല്ലേ. അപ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ടത് എന്താ ഡയറക്ഷൻസ് ആൻഡ് ഡിസ്റ്റൻസ് ഒന്ന് നോക്കണം അല്ലേ. സാധാരണ നമ്മൾ ഒരിടത്ത് സഞ്ചരിക്കുകയാണ് അല്ലെ. നമുക്ക് 4 ഡയറക്ഷൻസ് ഉണ്ട് അല്ലെ. നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ 4 ഡയറക്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പോൾ നിങ്ങൾ 4 ഡയറക്ഷൻസിലോട്ട് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നയാളിനെയും ഒന്ന് സഞ്ചരിപ്പിക്കുക. അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഡയറക്ഷൻസ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കേസ്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് ഒരു IBPS എക്സാമിന് 3ഓളം മാർക്ക് ഒറ്റ പസിലിൽ നിന്നുണ്ടാകും. ഓക്കെ അല്ലേ. നമുക്ക് നോക്കാം എന്താ ഡയറക്ഷൻസ് എന്ന് ആദ്യം. അപ്പോൾ കുറച്ച് ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് ഏതൊക്കെയാണെന്ന്. ഓക്കെ, 4 ഡയറക്ഷൻസ്, ബേസിക്കലി 4 ഡയറക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. ഏതൊക്കെയാ നമുക്കറിയാം. മേലോട്ട് നോർത്താണ്, സൗത്ത് ആണ്, ഇവിടെ ഈസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്. കറക്റ്റ് അല്ലേ? കണ്ടോ, 4 ഡയറക്ഷൻസ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, മാറിപ്പോകരുത്. ഈസ്റ്റ്, വെസ്റ്റ്, റൈറ്റ് സൈഡ് ഈസ്റ്റ്, ലെഫ്റ്റ് സൈഡ് വെസ്റ്റ്. ഓക്കെ, ക്ലിയർ. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു 4 ഡയറക്ഷൻസ് കൂടെ ഉണ്ട്. അപ്പോൾ അവനെന്ന് പറയുന്നത് ഏതാ നമുക്കറിയാം അല്ലെ. നോർത്തും ഈസ്റ്റും കൂടെ ചേർന്നതാ ഈ ഡയറക്ഷനിൽ പോകുന്നത് നോർത്ത് ഈസ്റ്റ്. അതുപോലെ നോർത്തും വെസ്റ്റും കൂടെ പോകുന്ന ഈ ഡയറക്ഷനിൽ പോകുന്ന നോർത്ത് വെസ്റ്റ്. അതേപോലെ തന്നെ വെസ്റ്റും സൗത്തും കൂടെ പോകുന്നത് സൗത്ത് വെസ്റ്റ്. അതേപോലെ തന്നെ ഈസ്റ്റും സൗത്തും കൂടെ പോകുന്നത് സൗത്ത് ഈസ്റ്റ്. കണ്ടോ, ഇതുപോലെ 4 ഡയറക്ഷൻസ് യവന്മാര് ബേസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിൽ എങ്ങോട്ട് പോയാലും അതിനെ പറയുന്ന പേര് നോർത്ത് ഈസ്റ്റ്. അതേപോലെ ഇങ്ങോട്ട് എങ്ങോട്ട് പോയാലും നമ്മൾ പറയുന്നത് നോർത്ത് വെസ്റ്റ്. താഴോട്ട് വരുമ്പോ ഇതെന്ന് പറയുന്നത് എന്താ, സൗത്ത് വെസ്റ്റ്. ഇങ്ങോട്ട് വെക്കഴിഞ്ഞാൽ കണ്ടോ, ഈസ്റ്റ് ആണ്, സൗത്ത് ആണ്. ആരാ, സൗത്ത് ഈസ്റ്റ്. ക്ലിയർ. അപ്പൊ 4 ഡയറക്ഷൻസ് മെയിൻലി ഉണ്ട്. അതില് നമുക്ക് പഠിക്കേണ്ട ഒരു 4 എണ്ണം കൂടെ നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ. വേറെ ഡയറക്ഷൻസ് ഒന്നും നിങ്ങൾക്ക് ഇതിലൊന്നും ചോദിക്കാനായിട്ട് പോകുന്നില്ല. ഈ 8 എണ്ണം മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ. ഒരു IBPS എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ 8 എണ്ണം മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത് വെച്ച് നമുക്ക് മുഴുവൻ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. നോക്കാം. അപ്പോൾ ജസ്റ്റ് ഡയറക്ഷൻസിനെ പറ്റി കുറച്ചൊരു കാര്യം കൂടെ പറയാണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഡയറക്ഷൻസ് പറയുമ്പോൾ ആദ്യം ഇപ്പോൾ ഒരാൾ നിൽക്കുക അല്ലേ. എ എന്ന് പറയുന്ന ഒരാള്, എ എന്ന് പറയുന്ന ആള് ഇപ്പോൾ ഇവിടെ നിൽക്കുക. ഓക്കെ, ഈ പോയിന്റിൽ നിൽക്കുക. ഇയാൾ എന്ത് ചെയ്തു, ഒരു 5 മീറ്റർ നോർത്തിലോട്ട് പോയി. ഓക്കെ, എങ്ങനെ നിൽക്കുക, 5 മീറ്റർ നോർത്തിലോട്ട് പോയി. അപ്പോൾ 5 മീറ്റർ നോർത്തിലോട്ട് പോകുമ്പോൾ നോർത്ത് എന്താ നമുക്കറിയാമല്ലോ. ഓൾറെഡി നമുക്ക് ഡയറക്ഷൻസ് അറിയാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ക്ലിയർ. ഓക്കെ അല്ലേ ആണ്. എ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ എന്ത് ചെയ്തു, 5 മീറ്റർ നോർത്തിലോട്ട് പോയി. അപ്പോൾ 5 മീറ്റർ നോർത്തിലോട്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു, അവിടെ നിന്ന് ഒരു 10 മീറ്റർ റൈറ്റിലോട്ട് തിരിഞ്ഞു. ഓക്കെ, എങ്ങനെയാ, എയിൽ നിൽക്കുന്ന ആള് 5 മീറ്റർ നോർത്തിലോട്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു 10 മീറ്റർ റൈറ്റിലോട്ട് തിരിഞ്ഞു. അപ്പൊ ഇയാൾ അങ്ങോട്ടല്ലേ പോകുന്നേ അല്ലെ. അപ്പൊ ഇങ്ങോട്ട് പോകുന്ന ഒരാളുടെ റൈറ്റ് എങ്ങോട്ടായിരിക്കും, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മേലോട്ട് ഇങ്ങനെ പോകുന്ന ഒരാളുടെ റൈറ്റ് എങ്ങോട്ടായിരിക്കും, റൈറ്റ് സൈഡ് ഇങ്ങോട്ടായിരിക്കും, ലെഫ്റ്റ് സൈഡ് ഈ വശത്തായിരിക്കും. കറക്റ്റ് അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് റൈറ്റ് ആയിരിക്കും, യവൻ ലെഫ്റ്റ് ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ 10 റൈറ്റിലോട്ട് പോയി, 10 മീറ്റർ റൈറ്റിലോട്ട് സഞ്ചരിച്ചു. 10 മീറ്റർ റൈറ്റിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ യവനല്ലേ 10 മീറ്റർ. ഓക്കെ, എന്നിട്ട് അയാൾ എഗൈൻ വീണ്ടും ഒരു 5 മീറ്റർ റൈറ്റിലോട്ട് സഞ്ചരിച്ചു. വീണ്ടും അയാൾ എന്ത് ചെയ്തു, വീണ്ടും ഒരു 5 മീറ്റർ റൈറ്റിലോട്ട് സഞ്ചരിച്ചു, ടേൺ റൈറ്റ്. അപ്പോ ഇങ്ങനെ പോകുന്ന ഒരാളാ അല്ലെ. ഇങ്ങനെ പോകുന്ന ഒരാളിന്റെ റൈറ്റും ലെഫ്റ്റും എങ്ങോട്ടായിരിക്കും അറിയണം. ഇങ്ങോട്ട് പോകുന്നത് ലെഫ്റ്റ് ആണ്, ഈ പോകുന്നത് റൈറ്റ് ആണ്. കറക്റ്റ് അല്ലേ?
ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ അയാൾ വീണ്ടും ഒരു 5 മീറ്റർ റൈറ്റിലോട്ട് സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ തിരിയുള്ളൂ. അപ്പോൾ ഇത്രയും 5 മീറ്റർ അല്ലേ? ആണോ? എടാ, ഇവിടെ നിന്ന് 5 മീറ്റർ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ 5 മീറ്റർ ദൂരം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചേ. ഇവിടെ നിന്ന് 5 മീറ്റർ പോയി, ഇവിടെ നിന്ന് 5 മീറ്റർ ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കാട്ടി എപ്പോഴെങ്കിലും കൂടാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതേ ദൂരം തന്നെ ആയിരിക്കില്ലേ ഇവിടെ വന്ന് നിന്നത്? ആണല്ലോ. വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇവിടെ ബിയിലെത്തിയപ്പോ അയാൾ എന്ത് ചെയ്തു? അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ബിയിലെത്തിയപ്പോൾ യാത്ര അവസാനിപ്പിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരാനുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഇപ്പൊ ഇയാൾ ഇങ്ങനെ നിൽക്കുക അല്ലെ? എങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുക? സൗത്തിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുക ആണല്ലോ. സൗത്തിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആള്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരാനുള്ള 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇയാളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ്. ഇയാൾ ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു? എടാ, ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു കാണൂടാ? ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങോട്ട് 5 പോയി, 10 പോയി, പിന്നെ ഒരു 5 തിരിച്ചു വന്നു. കറക്റ്റ് അല്ലേ? 10, 15, 20. ടോട്ടൽ 20 മീറ്റർ സഞ്ചരിച്ചല്ലോ. 20 മീറ്റർ. എന്തേലും ഡൗട്ട് ഉണ്ടോ? എന്തേലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഇതിൽ വരുന്ന മറ്റൊരു ചോദ്യം, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു ചോദിക്കും, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് from starting point to ending point. Starting point to ending point. ഇങ്ങനെ 2 രീതിയിൽ ചോദിക്കും. എന്ത് രീതിക്ക് ചോദിച്ചാലും എന്ത് തന്നെയാ? ആൻസർ സെയിം തന്നെയാണ്. ഒന്ന് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് ചോദിച്ചാലും, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു എൻഡിങ് പോയിന്റ് എന്ന് പറഞ്ഞ് ചോദിച്ചാലും നിങ്ങൾക്കുള്ള ആൻസർ എന്ത് തന്നെയാണ്? സെയിം തന്നെയായിരിക്കും. എന്താ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആദ്യസ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖാ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ? എന്താ? ഇനിഷ്യൽ പ്ലേസും ഫൈനൽ പ്ലേസും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇവൻ എൻഡിങ് പോയിന്റ്. ഇതാണ് എൻഡ്, ഇതാണ് സ്റ്റാർട്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡ് വരെയുള്ള ദൂരം എത്രയാ? എന്താ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ? എന്ന് വെച്ചാൽ നേർരേഖാ ദൂരം. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു നേർരേഖ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര ദൂരം പോയി? അതാണ് അവന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അവന്റെ ഡിസ്പ്ലേസ്മെന്റ്. വളരെ വളരെ ഇമ്പോർട്ടന്റ്. അങ്ങനെയാണെങ്കിൽ അവന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഇവിടെ നോക്കടാ, ഇങ്ങോട്ട് 10 അല്ലേ പോയെ? അതേ ദൂരം തന്നെ ആയിരിക്കുമല്ലോ ഇങ്ങോട്ടും പോയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാ? 10 മീറ്റർ. ക്ലിയർ. ഓക്കെ ആണോ? എന്തേലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ത് കിട്ടി? 10 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. ക്ലിയർ? ഓക്കെ അല്ലേ? കണ്ടോ? അപ്പോ ഫൈൻഡ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവൻ ആകെ സഞ്ചരിച്ച ദൂരം. രണ്ടാമത്തത് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അവന്റെ ഡിസ്പ്ലേസ്മെന്റ് മാത്രം, എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡിങ് പോയിന്റ് വരെയുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, നേർരേഖാ ദൂരം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞാല്? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. ഓക്കെ, ഇപ്പോ അതേ ആള് എ എന്ന് പറയുന്ന പോയിന്റിൽ നിൽക്കുക. എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരാൾ നിൽക്കുക. നേരത്തെ അയാൾ 5 മീറ്റർ നോർത്തിലോട്ട് പോയി. ഇപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ അയാൾ ഒരു 10 മീറ്റർ സൗത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ട് പോകുന്നു? 10 മീറ്റർ സൗത്ത്. സൗത്ത് എന്ന് പറയുന്നത് എവിടെയാ? നമുക്കറിയാമല്ലോ, ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണ്. അയാൾ ഒരു 10 മീറ്റർ സൗത്തിലോട്ട് വന്നു. സൗത്ത് എന്ന് പറയുമ്പോൾ താഴോട്ടല്ലേ? 10. 10 മീറ്റർ സൗത്ത്. ഡൗട്ട്? എനി ഡൗട്ട്? ഇല്ല, ഒരു കുഴപ്പമില്ല. അയാൾ അപ്പോൾ അവിടെ എത്തി, ഒരു ബിയിലെത്തി എന്ന് കരുതുക. ബിയിലെത്തി. ഓക്കെ, ബിയിലെത്തി, പ്രശ്നമൊന്നുമില്ല. ഇനി അയാൾ ടേൺഡ് ലെഫ്റ്റ്, അയാളുടെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു. ഓക്കെ, അയാൾ എന്ത് ചെയ്തു? അയാളുടെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു. എടാ, സൗത്ത് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആള്
എന്നുവെച്ചാൽ സൗത്ത് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആൾ ഇങ്ങനെ അല്ലെ, ഇങ്ങനെ ആയിരിക്കും സൗത്ത് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളായിരിക്കുക. സൗത്ത് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളിന്റെ ലെഫ്റ്റ് സൈഡ് ഏതായിരിക്കും, റൈറ്റ് സൈഡ് ഏതായിരിക്കും അറിയുക. കണ്ടോ, ഞാനിപ്പോ ഇങ്ങോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതാണ്, റൈറ്റ് സൈഡ് ഇതാണ്. ഞാൻ തിരിഞ്ഞിരിക്കുകയാണെങ്കിലോ എൻ്റെ റൈറ്റ് സൈഡ് അതാണ്, ലെഫ്റ്റ് സൈഡ് ഇതാണ്. കറക്റ്റ് അല്ലേ? ആണല്ലോ, ആണ്. അപ്പോൾ താഴോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആൾ അല്ലെ, ഇതേ ഡയറക്ഷനിൽ ഫേസ് ചെയ്യുന്ന ആളുടെ ലെഫ്റ്റ് സൈഡ് ഏതായിരിക്കും? ലെഫ്റ്റ് ഇതായിരിക്കും, റൈറ്റ് ഇതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും, അയാളുടെ ലെഫ്റ്റ് സൈഡ്. കറക്റ്റ് അല്ലേ? അപ്പോൾ അയാളുടെ റൈറ്റ് എന്ന് പറയുന്നതോ ഇതായിരിക്കും, അയാളുടെ റൈറ്റ് എന്ന് പറയുന്നത്. നേരെ തിരിയും. ക്ലിയർ 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 ഓക്കെ അല്ലേ? സൗത്തിലോട്ട് നോക്കി നിൽക്കുന്ന ആളിന്റെ ഡയറക്ഷൻസ് എങ്ങനെയായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ലെഫ്റ്റ് ആണെങ്കിൽ നമ്മുടെ റൈറ്റിലോട്ട് എടുക്കുക അല്ലെ, റൈറ്റ് ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ലെഫ്റ്റിലോട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, കണ്ടോ, സൗത്തിലോട്ട് നോക്കി എന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റ് എന്ന് പറയുന്നത് അങ്ങോട്ടായിരിക്കും, റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. യവനെ കൂടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്തേലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഇയാള് എന്ത് ചെയ്തു? അയാള് ടേൺഡ് ലെഫ്റ്റ്, ഒരു 5 മീറ്റർ ടേൺഡ് ലെഫ്റ്റ് ആണെങ്കിൽ 5 മീറ്റർ ലെഫ്റ്റിലോട്ട് പോയി. 5 മീറ്റർ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടല്ലേ? ഓക്കെ, എത്ര പോയി? 5 മീറ്റർ പോയി. ക്ലിയർ 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 ഓക്കെ അല്ലേ? അപ്പൊ അയാൾ എന്തെത്തി? സിയിലെത്തി. ഓക്കെ, എഗെയിൻ ഹി ടേൺഡ് റൈറ്റ്. അയാൾ വീണ്ടും എന്ത് ചെയ്തു? റൈറ്റിലോട്ട് തിരിഞ്ഞു. ഒരു 7 മീറ്റർ പോയി. ഏതാ? എഗെയിൻ ടേൺഡ് റൈറ്റ്, മൂവ് 7 മീറ്റർ അല്ലെ, റൈറ്റ് ഒരു 7 മീറ്റർ വീണ്ടും റൈറ്റിലോട്ട് തിരിഞ്ഞു. ഓക്കെ, അപ്പോ ഇങ്ങോട്ട് പോവയാ. കറക്റ്റ് അല്ലേ? ഇപ്പൊ അയാൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുക. ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ആളുടെ റൈറ്റ് ഏതാണ്, ലെഫ്റ്റ് ഏതാണ്? എടാ, ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആളുടെ റൈറ്റ് ഇതല്ലേ, അയാളുടെ ലെഫ്റ്റ് ഏതായിരിക്കും? ഈ സൈഡ് അല്ലേ അയാളുടെ ലെഫ്റ്റ്. കറക്റ്റ് ആണോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്തു? ഒരു 7 മീറ്റർ റൈറ്റിലോട്ട് തിരിഞ്ഞു. റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടല്ലേ, അപ്പൊ റൈറ്റിലോട്ട് 7 മീറ്റർ. ഓക്കെ. എന്നിട്ട് അയാൾ എഗെയിൻ ഒരു 5 മീറ്റർ റൈറ്റിലോട്ട് പോയി. അയാൾ എന്ത് ചെയ്തു? എഗെയിൻ ഒരു 5 മീറ്റർ റൈറ്റിലോട്ട് തിരിഞ്ഞു. സൗത്ത് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളിന്റെ റൈറ്റ് എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷൻ അല്ലേ, ഇങ്ങോട്ട്. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ എത്തി? 5 മീറ്റർ. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അപ്പോൾ ഇവിടെ ഇത് സി ആണ്, ഇതൊരു ഡി ആണ്, ഇതൊരു ഇയിൽ അയാൾ എന്ത് ചെയ്തു? യാത്ര അവസാനിപ്പിച്ചു. ഓക്കെ, യാത്ര അവസാനിപ്പിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഇനിഷ്യൽ പൊസിഷൻ തൊട്ട് ഫൈനൽ പൊസിഷൻ വരെയുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത്? നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. എത്രയാണ് ഡയറക്റ്റ് ഡിസ്റ്റൻസ്? 10 ഉണ്ട്, താഴോട്ട് 7 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 10 7 17 അല്ലേ, 10 പ്ലസ് അല്ലെ, ഇവിടെ നിന്ന് ഇതുവരെ 10, അവിടെ നിന്ന് ഇതുവരെ എത്രയുണ്ട്? കണ്ടോ, ഇത് തൊട്ട് ഇതുവരെയുള്ള കംപ്ലീറ്റ് ദൂരമാണ് നമുക്ക് വേണ്ടേ. ഇതൊട്ട് ഇതുവരെ ഓൾറെഡി 10 ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ അവൻ എന്താ? അവൻ 7 മീറ്റർ തന്നെയല്ലേ? 10 7 എത്രയാവൂടാ? അപ്പോ 10 + 7 17 മീറ്റർ. ക്ലിയർ ഓക്കെ ആണോ? സെറ്റ് ആണോ? കുഴപ്പമില്ലേ? ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അപ്പോ ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ആയി, അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഡയറക്ഷൻസ് എടുക്കാനുണ്ട്. ഓക്കെ, ഡയറക്ഷൻസ് വരുമ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ, ചോദ്യം എങ്ങനെയായിരിക്കും? എ ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഇ. എ ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഇ. ഇയെ ബേസ് ചെയ്തിട്ട് എന്റെ ഡയറക്ഷൻ എവിടെയാണ്? ഓക്കെ, എന്താ? എ ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ, എ ആണ് എവിടെയെന്ന് ചോദിക്കുന്നത്. എ എവിടെയായിരിക്കുന്നത്? ഇപ്പൊ എ എവിടെയുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഇ അല്ലേ, ഇ എവിടെയായിരിക്കുന്നത്? താഴെയല്ലേ. ഈ ഇരിക്കുന്ന ഇന്റെ ഏത് ഭാഗത്താണ് എ വരുന്നത്? എടാ നോക്കിയേ, ഇന്റെ നേരെ മേലോട്ടുള്ള ഭാഗത്തല്ലേ വരുന്നത്. നേരെ മേലോട്ടുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരെന്താ? നോർത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ നോർത്ത്. ക്ലിയർ ഓക്കെ ആണോ? പ്രശ്നമൊന്നുമില്ലല്ലോ. എ ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഇ. അല്ല, തിരിച്ചായിരിക്കും ചോദ്യമെങ്കിലോ? ഇ ഈസ് ഇൻ, അപ്പോ തിരിച്ചാണ് ചോദ്യമെങ്കിലോ? ഇ ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ
വിത്ത് റെസ്പെക്ട് ടു എ. ഇ ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ. എ ഇവിടെ ഇരിക്കുക, ബി ഇവിടെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇ ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ. എയിൽ നിന്ന് ഏത് ഡയറക്ഷനിലാണ് ഇ ഇരിക്കുന്നത്? ഇന്റെ ഡയറക്ഷൻ അല്ലേ നോക്കുന്നത്? ഈ താഴെയല്ലേ ഇരിക്കുന്നത്? താഴെ എന്ന് പറയുന്ന ആരാ? സൗത്ത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ നമ്മുടെ ആൻസർ? സൗത്ത്. ഓക്കെ ഓക്കെ, ക്ലിയർ ക്ലിയർ ക്ലിയർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പ്രശ്നമുണ്ടോ? എ ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഇ. എ എന്ന് പറയുന്നത് ഇന്റെ നോർത്തിലാണ്, കറക്റ്റ് അല്ലേ? അതുപോലെ ഇ എന്ന് പറയുന്നത് എന്റെ സൗത്തിലാണ്. ക്ലിയർ ക്ലിയർ, ഓക്കെ അല്ലേ? ആണ്. പക്ഷെ യവന്മാര് മാത്രമല്ല എപ്പോഴും ചോദിക്കുന്നേ, മറ്റൊരാളും കൂടെ ഉണ്ട്. എന്താ? നമുക്ക് 4 ഡയറക്ഷൻ മാത്രമല്ലല്ലോ, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്, അത് മാത്രമല്ലല്ലോ, മറ്റാൾക്കാരും കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാം. സി ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ. സി ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ. സി എയുമായിട്ട് ബേസ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിലാണ്? സി ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ. സി ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ? നോക്കിയേ. സി എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? സി എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുക, എ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുക. എയിൽ നിന്ന് സിയിലോട്ടുള്ള ഡയറക്ഷൻ. സി എന്ന് പറയുന്നത് ഇങ്ങനെ പോവുകയല്ലേ? ഇങ്ങനെ പോകുന്ന ഡയറക്ഷൻസ് ആരാ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഡയറക്ഷൻ പോകുന്നത് ആർക്കാ? സൗത്ത് ഈസ്റ്റ്. ക്ലിയർ ക്ലിയർ ക്ലിയർ. ഓക്കെ ആണോ? കണ്ടോ, സി എന്ന് പറയുന്നത് സൗത്ത് ആണ്, ഈസ്റ്റ് ആണ്, കറക്റ്റ് അല്ലേ? സൗത്ത് ഈ ഡയറക്ഷനിലല്ലേ അവനും പോകുന്നത്? ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. നമ്മുടെ ആൻസർ സൗത്ത് ഈസ്റ്റ്. ക്ലിയർ ക്ലിയർ, ഓക്കെ അല്ലേ? ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സാധനം കൂടെ ചോദിക്കാം അല്ലേ? എങ്ങനെ ചോദിക്കാം? ഇ ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു സി. ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു സി എന്ന് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. എങ്ങനെയായിരിക്കും അപ്പൊ അവിടെ വരിക? ഇ എന്ന് പറയുന്നത് എവിടെ കിടക്കുക? കണ്ടോ, ഇ എന്ന് പറയുന്നത് ദാ ഇവിടെ കിടക്കുക. സി എന്ന് പറയുന്ന ആൾ ഇവിടെ ഇരിക്കുക. സിയിൽ നിന്ന് ഇയിലോട്ടുള്ള ഡയറക്ഷൻ ഏതാണ്? എടാ നോക്കിയേ, സിയിൽ നിന്ന് ഇയിലോട്ടുള്ള ഡയറക്ഷൻ, ഇന്റെ ഡയറക്ഷൻ അല്ലേ നമുക്ക് വേണ്ടത്? സിയിൽ നിന്ന് ഇയിലോട്ടുള്ള ഡയറക്ഷൻ ഏതാ? ഇതേ ഡയറക്ഷനിലല്ലേ നമ്മൾ വരയ്ക്കുള്ളൂ, കറക്റ്റ് അല്ലേ? നമ്മൾ എന്താ ഇയിലോട്ട് വരയ്ക്കുക അല്ലേ? ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു സി. ഇയിലോട്ട് വരയ്ക്കുക. ഇയിലോട്ട് വരയ്ക്കുമ്പോൾ ഈ വര എവിടെയാ വരുന്നത്? ഈ വര എന്ന് പറയുന്നത് ഈ കിടക്കുന്ന വരയല്ലേ? ഈ കിടക്കുന്ന വരയാണ് നമ്മൾ പറയുന്ന പേരെന്താ? സൗത്ത് വെസ്റ്റ്. ക്ലിയർ ക്ലിയർ, ഓക്കെ ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് എന്ത് പറയാം? സൗത്ത് വെസ്റ്റിലോട്ടാണ് കിടക്കുന്നത്. ഓക്കെ, കണ്ടോ, എല്ലാരെയും മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? നോർത്ത് ആണ്, സൗത്ത് ആണ്, ഈസ്റ്റ് ആണ്, വെസ്റ്റ് ആണ്. സിമ്പിൾ, സൂപ്പർ ഈസി. കുഴപ്പമില്ലല്ലോ. എങ്ങോട്ട് പോയാലും ഡയറക്ഷൻസ് എല്ലാം അറിയണം അല്ലേ? അപ്പോൾ ഈസിയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലേ, നോർത്തിലോട്ട് സഞ്ചരിക്കുന്ന ആളിന്റെ ലെഫ്റ്റ് ഇതായിരിക്കും, റൈറ്റ് യവനായിരിക്കും. ഓക്കെ, ക്ലിയർ. 2, സൗത്തിലോട്ട് പോകുന്ന ആളിന്റെ ലെഫ്റ്റ് ഇതായിരിക്കും, റൈറ്റ് യവനായിരിക്കും. റൈറ്റ്. ഓക്കെ, 2. അപ്പോ ഓക്കെ, ഒരു 3. ഓക്കെ, ഈസ്റ്റിലോട്ട് പോകുന്ന ഒരാള് അയാളുടെ ലെഫ്റ്റ് ഈ സൈഡിലായിരിക്കും, റൈറ്റ് ഈ സൈഡിലായിരിക്കും. ക്ലിയർ. അതേപോലെ തന്നെ വെസ്റ്റിലോട്ട് പോകുന്ന ആളിന്റെ റൈറ്റ് ഇങ്ങോട്ടായിരിക്കും, കറക്റ്റ് അല്ലേ? ഇത് റൈറ്റ് ആയിരിക്കും, ഇത് ലെഫ്റ്റ് ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അല്ലെ? ഇത് നോർത്തിലോട്ട് മൂവ് ചെയ്യുന്നു, ഇത് നോർത്ത്. ഇത് സൗത്തിലോട്ട് മൂവ് ചെയ്യുന്നു, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഓക്കെ, 4 ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ആൾക്കാരുടെ റൈറ്റ് ലെഫ്റ്റ് എടുക്കാൻ അറിയണം. ഇത്ര മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ ആണ്. നിങ്ങൾക്ക് ഇതിലുള്ള ഏതൊരു ചോദ്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
എല്ലാ ചോദ്യവും ഈസി. ഇത്രയും ആകപ്പാടെ നിങ്ങൾക്ക് അറിയേണ്ട ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. എത്ര ദൂരം പോകുന്നു, അവന്മാർ അവിടെ വെച്ച് ഇങ്ങോട്ട് തിരിയുന്നു, നോർത്തിലോട്ട് തിരിയുന്നോ, സൗത്തിലോട്ട് തിരിയുന്നോ, റൈറ്റിലോട്ട് തിരിയുന്നോ, ലെഫ്റ്റിലോട്ട് തിരിയുന്നോ, ഇത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റൊരാളും കൂടെ ഉണ്ട്. അപ്പോൾ അവനെയും കൂടെ ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്കും ബാക്കി എല്ലാ ചോദ്യത്തിലേക്കും ഒന്ന് പോകാം. കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈപ്പിലോട്ടൊക്കെ പോകാം. അപ്പോൾ മോർണിംഗ് ഉണ്ട്, അതേപോലെ ഈവനിങ് ഉണ്ട്. ഓക്കെ, മോർണിംഗ് ഉണ്ട്, അതേപോലെ ഈവനിങ് ഉണ്ട്. ഓക്കെ, ഈ മോർണിംഗ് സമയത്ത് രാവിലെ നമ്മുടെ നിഴല് എവിടെയായിരിക്കും? അല്ല, മോർണിംഗ് സമയത്ത് സൂര്യൻ ഉദിക്കുന്ന എവിടെയാ? സൂര്യൻ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? സൂര്യൻ എന്ന് പറയുന്നത് ഈ സൈഡിലിരിക്കും. കറക്റ്റ് അല്ലേ? അപ്പൊ ഇതാ നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത്. ഓക്കെ, മോർണിംഗിൽ നമ്മുടെ സൂര്യൻ അവിടെയാ അല്ലേ? നമുക്കുള്ള ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. സൂര്യൻ ഉദിക്കുന്നത് എവിടെന്നാ? ഈസ്റ്റിൽ നിന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഒരാൾ നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരാൾ നിൽക്കുക. ഓക്കെ, ഇവിടെ ഒരാൾ നിൽക്കുന്നു, എ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ നിൽക്കുന്നു, എ. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരാൾ, ഓക്കെ, നോർത്ത് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ, അയാളുടെ നിഴല്, അയാളുടെ ഷാഡോ എങ്ങോട്ടായിരിക്കും? ഷാഡോ ഇയാളുടെ ഷാഡോ നിഴല്, അയാളുടെ നിഴല് ഏത് ഭാഗത്തായിരിക്കും വരിക? മോർണിംഗ് ആണോ? അയാൾ ഏത് ഭാഗത്തോട്ട് നോക്കി എന്നാലും അയാളുടെ ഷാഡോ വരുന്നത് അല്ലെ, ഇവിടെ നിന്നല്ലേ സൂര്യൻ ഇങ്ങനെ അടിക്കുന്നേ അല്ലെ, ഇവിടെ നിന്നല്ലേ ഇങ്ങനെ വെട്ടടിക്കുന്നേ. ഇങ്ങനെ അടിക്കുമ്പോൾ അയാളുടെ ഷാഡോ ഏത് ഭാഗത്തേക്ക് വരും? ദാ ഇങ്ങോട്ടേക്ക് വരും. കറക്റ്റ് അല്ലേ? ഇതല്ലേ അയാളുടെ ഷാഡോ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ? ആണല്ലോ, ഓക്കെ അല്ലേ? കണ്ടോ, മോർണിംഗ് സമയത്ത് അയാളുടെ ഷാഡോ, ഇയാൾ നോർത്തിലോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ ഇയാളുടെ ലെഫ്റ്റ് ഭാഗത്തേക്കും, അല്ല ഇയാള് സൗത്തിലോട്ട് നോക്കി നിൽക്കുകയാണ് എങ്കിൽ ഇയാളുടെ ഏത് ഭാഗത്തായിരിക്കും? ഇങ്ങോട്ടും ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഇവിടെയാണെങ്കിൽ അയാളുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും അയാളുടെ ഷാഡോ എന്ന് വീഴുന്നത്. അയാൾ സൗത്തിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിലോ ഷാഡോ എന്ന് നിൽക്കുന്നത് എവിടെയായിരിക്കും? അയാളുടെ റൈറ്റ് സൈഡിലായിരിക്കും. കറക്റ്റ് അല്ലേ? ഓക്കെ, ക്ലിയർ. ഓക്കെ ആണോ? നോർത്തിലോട്ട് നോക്കി നിൽക്കുന്ന ഒരാളിന്റെ ഷാഡോ വരുന്ന അയാളുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. സൗത്തിലോട്ട് നോക്കിയിരിക്കുന്ന അയാളുടെ ഷാഡോ വരുന്നത് അയാളുടെ റൈറ്റ് സൈഡിലായിരിക്കും. ക്ലിയർ? ഓക്കെ ആണോ? എപ്പോഴാ ഇത് പറയുന്നത്? മോർണിംഗ് സമയത്ത് അയാളുടെ ഷാഡോ പോകുന്നത് എപ്പോഴും ഈ സൈഡിലായിരിക്കും. കാരണം ഈസ്റ്റിൽ നിന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഷാഡോ വരുന്നത് വെസ്റ്റിലായിരിക്കും. ക്ലിയർ? കുഴപ്പമൊന്നുമില്ല, ഈസിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും ഉണ്ട് അല്ലേ? സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം. ഇപ്പോ സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണെങ്കിൽ സൂര്യൻ എവിടെ വരൂടാ? വെസ്റ്റ് സൈഡിലേ വരൂ. അപ്പൊ ഈ സൈഡിലാണ് നമ്മുടെ സൂര്യൻ നിൽക്കുന്നത്. സൂര്യൻ ഇവിടെ എത്തി. ഓക്കെ, ഈ സൈഡിൽ, ഇപ്പുറത്തെ സൈഡിലായി അല്ലെ? അപ്പോൾ ആളിവിടെ നിൽക്കുക. ഓക്കെ, നമ്മുടെ ആളിവിടെ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഷാഡോ എവിടെ വരുമായിരിക്കും? കണ്ടോ, ഇങ്ങനെ നമ്മളെ ഷാഡോ ഇങ്ങനെ അടിക്കുമ്പോൾ അല്ലെ, സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുക. അപ്പോൾ അയാളുടെ ഷാഡോ ഏത് ഭാഗത്തേക്ക് വരുമായിരിക്കും? ഷാഡോ എന്ന് പറയുന്നത് ഇങ്ങോട്ട് കിടക്കായിരിക്കൂലേ? കറക്റ്റ് അല്ലേ? ഇങ്ങോട്ട് നിൽക്കുന്ന ആളിന്റെ, വെസ്റ്റിൽ നിൽക്കുന്ന സൂര്യന്റെ ഷാഡോ എന്ന് പറയുന്നത് അങ്ങോട്ടായിരിക്കൂലേ? ഏത് സൈഡിലായിരിക്കും? ഈസ്റ്റ് സൈഡിലോട്ടായിരിക്കുമല്ലോ. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഇയാൾ എങ്ങോട്ട് ഫേസ് ചെയ്ത് നിന്നാലും ഷാഡോ പോകുന്ന അങ്ങോട്ട് തന്നെ ആയിരിക്കും. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇയാളുടെ ഏത് സൈഡിലായിരിക്കും ഷാഡോ പോകുന്നത്? ഇയാളുടെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും ഷാഡോ പോകുന്നത്. കറക്റ്റ് അല്ലേ? അയാൾ നോർത്ത് ഫേസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അയാളുടെ റൈറ്റ് സൈഡിലായിരിക്കും അയാളുടെ ഷാഡോ പോകുന്നത്. കറക്റ്റ്? ഡൗട്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇയാൾ സൗത്തിലോട്ട് ഫേസ് ചെയ്ത് നിന്നാലോ? ഇയാൾ സൗത്തിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുക. സൗത്തിലോട്ട് ഫേസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇയാളുടെ ഷാഡോ പോകുന്നത് എങ്ങോട്ടാ? ഷാഡോ പോകുന്നത് എപ്പോഴും ഈസ്റ്റിലോട്ട് തന്നെയാ. മാറ്റമൊന്നുമില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഏത് സൈഡിലായിരിക്കും ഷാഡോ പോവുക? ഇയാളുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഷാഡോ പോവുക. കറക്റ്റ് അല്ലേ? ഇയാളുടെ ലെഫ്റ്റിലോട്ടായിരിക്കും ഷാഡോ പോവുക. ഇങ്ങോട്ട് പോകും. കണ്ടോ, ലെഫ്റ്റ്. ഓക്കെ, ക്ലിയർ. ഓക്കെ ആണോ? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. ഈസിയാണ്, സൂപ്പർ ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ
ഓക്കെ, ഒരാളെയും കൂടെ പഠിക്കണം. ഇപ്പോൾ ഒരാള് നോർത്തിലോട്ട് വെക്കൊണ്ടിരിക്കുക, എയിൽ നിന്ന് നോർത്തിലോട്ട് വെക്കൊണ്ടിരിക്കുക. ഇയാള് അവിടെ നിന്ന് ഒരു 90 ഡിഗ്രി ടേൺ റൈറ്റ്, 90 ഡിഗ്രി ടേൺ റൈറ്റ്, റൈറ്റിലോട്ട് 90 ഡിഗ്രി തിരിഞ്ഞു. അല്ലെങ്കിൽ റൈറ്റ് എന്നും പറയാം, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, അയാൾ എന്ത് ചെയ്തു? അയാൾ റൈറ്റിലോട്ട് തിരിഞ്ഞു. അല്ലെങ്കിൽ ഇതിൽ മാത്രം പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞു. ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതാ? ഇങ്ങനെ പോകുന്നതാണ് ക്ലോക്ക് വൈസ്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് എന്താ? ഇങ്ങനെ പോകുന്നതാണ് ആന്റി ക്ലോക്ക് വൈസ്. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇയാൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ തിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് ഇങ്ങോട്ടല്ലേ? ആണ്. ഈ പോകുന്ന ഡയറക്ഷന്റെ 90 ഡിഗ്രി ഇങ്ങോട്ട് തിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അയാൾ തിരിയുന്നത് എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷൻ ആയിരിക്കൂലേ? ഓക്കെ, ക്ലിയർ ആണ്, പറയാൻ പറ്റുമല്ലോ. ഇങ്ങോട്ട് പോകുന്നു, 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞു. ഇല്ല, ഇയാള് പൊക്കോണ്ടിരിക്കുക. ഇപ്പോ എ എന്ന് പറയുന്ന ആള് വീണ്ടും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഓക്കെ, ഇയാൾ ഒരു 135 ഡിഗ്രി തിരിഞ്ഞു. 135 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞു. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 135 ഡിഗ്രി തിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അയാൾ എങ്ങോട്ട് തിരിയുമായിരിക്കും? ഡയറക്ഷൻ എന്ന് പറയുന്ന ക്ലോക്ക് വൈസ് ആവുമ്പോൾ ഇങ്ങോട്ടായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ഡോട്ടർ ലൈൻ ജസ്റ്റ് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ എന്ത് വരുമായിരിക്കും? ഇവിടെ ഇവിടെ നിന്ന് 90 ഡിഗ്രി തിരിയുമ്പോ ഇങ്ങോട്ട് തിരിയും അല്ലേ? കറക്റ്റ് അല്ലേ? 90 ഡിഗ്രി ആവുമ്പോ അയാൾ അങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുക, അങ്ങോട്ട് ഫേസ് ചെയ്യുക. നമുക്ക് എത്രയാ വേണ്ടേ? മൊത്തം 135 തിരിയണ്ടേ? 90 തിരിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? ഒരു 45 ഡിഗ്രിയും കൂടെ തിരിയണ്ടേ? ആ 45 ഡിഗ്രി എങ്ങോട്ട് തിരിയും? 45 ഡിഗ്രി അടുത്ത് തിരിച്ച്, കണ്ടോ, ഇങ്ങനെ കറങ്ങി വരെയല്ലേ, ഇങ്ങനെ കറങ്ങി ഇങ്ങനെ തിരിയല്ലേ. അപ്പൊ ഇങ്ങനെ തിരിഞ്ഞ് ഒരു 45ഉം കൂടെ തിരിഞ്ഞ് ഇതേ ഡയറക്ഷൻ ഫേസ് ചെയ്യും. കറക്റ്റ് അല്ലേ? അങ്ങനെ ആവുമ്പോൾ ടോട്ടൽ എത്രയാവും? 90യും 45ഉം കൂടെ ചേർത്ത് മൊത്തം 135 ഡിഗ്രി തിരിയും. കണ്ടോ? അപ്പൊ ഇങ്ങോട്ട് പോകുന്ന ആള് 135 ഡിഗ്രി ക്ലോക്ക് വൈസിലാവുമ്പോ കണ്ടോ, ഇങ്ങോട്ട് പോയ ആള് ഇതേ ഡയറക്ഷനിലായിരിക്കും പിന്നീട് സഞ്ചരിക്കുക. കണ്ടോ, നോർത്തിലോട്ട് വെക്കൊണ്ടിരുന്ന ആള് ഇങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുക. ക്ലിയർ അല്ലേ? അതുപോലെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയാണെന്ന് പറഞ്ഞാലോ, ഇങ്ങോട്ട് പോവയാ, നോർത്തിലോട്ട് പോവയാ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി തിരിഞ്ഞു. അപ്പൊ പോകുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് കണ്ടോ കുറച്ച് ഡോട്ട് അങ്ങോട്ട് പോയേണ്ടിയിരുന്നു. അവിടെ നിന്ന് 90 ഡിഗ്രി എന്താ ആന്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞു. ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, തിരിയുമ്പോ എങ്ങോട്ട് തിരിയും? ഇങ്ങോട്ടല്ലേ തിരിയൂ, കാരണം ഇത് 90യാ അല്ലേ? അതേപോലെ 135 തിരിയണമെങ്കിൽ എന്താ? ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് എന്ത് വരണം? ഒരു 45ഉം കൂടെ വരണമല്ലോ. ഒരു 45ഉം കൂടെ വരണം. അങ്ങനെ ആവുമ്പോൾ മൊത്തം എത്രയാവും? 135 ആന്റി ക്ലോക്ക് വൈസിൽ തിരിയും. ഓക്കെ, ഈസി അല്ലേ? ചെയ്യാൻ പറ്റുന്നതല്ലേ? ആണ്. അപ്പൊ ഇയാള് ചിലപ്പോ ഈസ്റ്റിലോട്ടായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുക. ഈസ്റ്റിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 90 തിരിഞ്ഞെന്ന് പറഞ്ഞാലോ, തിരിഞ്ഞെന്ന് പറയുമ്പോൾ എങ്ങോട്ട് തിരിയുമായിരിക്കും? ഇത് പോവേണ്ട ആക്ച്വലി സ്ഥലം അങ്ങോട്ടാ പോകേണ്ടിയിരുന്നത്. അവിടെ നിന്ന് 90ലോട്ട് തിരിയുക. 90ലോട്ട് തിരിയണമെങ്കിൽ അയാൾ ഇതാ ഇങ്ങോട്ട് തിരിയണം. കറക്റ്റ് അല്ലേ? കണ്ടോ, ഇവിടെ നിന്ന് 90 ഡിഗ്രി തിരിയണം. ഓക്കെ, എത്രയാണോ ഉള്ളത് അത്രയും. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഇതേ ഡയറക്ഷനിൽ തിരിയണം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഇങ്ങോട്ട് തിരിയണം. ഈസി അല്ലേ? അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, റൈറ്റ്, ടേൺ ലെഫ്റ്റ്, എല്ലാം ഈസി അല്ലേ? ആണല്ലോ. അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ബാക്കിയുള്ള ചോദ്യമായിട്ട് നമുക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാം ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.